നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മണിപ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകി. 1 ലക്ഷം രൂപ സഹായധനം കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ADMK നവീൻ ബാബുവിന് വിദ്യാർത്ഥികൾ കൈമാറി. മണിപ്പൂരിന്റെ പരമ്പരാഗത ആചാരപ്രകാരമാണ് വിദ്യാർത്ഥികൾ എത്തിയത്. മണിപ്പൂരി ഷോളും കൈമാറി. വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനായി കണ്ണൂരിലെത്തിയ മണിപ്പൂർ വിദ്യാർത്ഥികൾ ആദ്യം ഒരുമിച്ച് മെഴുകുതിരികൾ തെളിയിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം കൈമാറുന്നതിന് മുമ്പായി വയനാടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിക്കുള്ള കത്ത് കൈമാറി. തുടർന്ന് മണിപ്പൂരിലെ പരമ്പരാഗത ആചാരപ്രകാരം വയനാട്ടിൽ മരണപ്പെട്ടവരോടുള്ള ആദരസൂചകമായി മണിപ്പൂരി ഷോളും കൈമാറി. യൂണിവേഴ്സിറ്റിയിലെ LLB വിദ്യാർത്ഥി ഗൗലങ്കമണിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ പഠിക്കുന്ന മണിപ്പൂരി വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിച്ച തുകയാണ് സഹായധനമായി നൽകിയത്. Students, particularly from Kerala or from across the globe, Manipur or whichever city, we are very serious concerned about this Wayanad landslide. The state government have 2 days mourning for this landslide, and even with the Kuki also we feel this tragic landslide where more than 200 people lost their life and thousands are displaced and more than 100 are missing. So we want to offer our condolence with candle lighting. മണിപ്പൂരിൽ നിന്നുള്ള 50ഓളം വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി, PG, PhD തുടങ്ങിയ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. 20ഓളം വിദ്യാർത്ഥികൾ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം ഡയറക്ടർ ഡോക്ടർ നഫീസ ബേബിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ കളക്ടറേറ്റിൽ എത്തിയത്. യൂണിവേഴ്സിറ്റിയിലെ NSS വിദ്യാർത്ഥികൾ 10 ലക്ഷം രൂപയോളം മുടക്കി ആദ്യഘട്ടത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് അവശ്യവസ്തുക്കൾ എത്തിച്ചു നൽകിയിരുന്നതായും വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും ഡോക്ടർ നഫീസ പറഞ്ഞു. എല്ലാ ദിവസവും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും സംഭരണ കേന്ദ്രങ്ങളിലുമായി യൂണിവേഴ്സിറ്റിയിലെ 50 NSS അംഗങ്ങൾ സേവനം അനുഷ്ഠിക്കുന്നുണ്ടെന്നും ഡോക്ടർ നഫീസ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.